ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നാലാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ നാലാമത്തെ കണ്ടീഷനിൽ കേസ് 4 ക്ലോക്ക് സിഗ്നൽ 1 കൊടുത്ത് J1 കൊടുത്ത് K1 കൊടുത്ത്. അപ്പം നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാം Q ഈക്വൽ ടു 0 Q ബാർ ഈക്വൽ ടു 1. അപ്പോൾ Q ഈക്വൽ ടു 0 Q ബാർ ഈക്വൽ ടു 1 എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ പുതിയ സ്റ്റേറ്റുകൾ, അതായത് ഈ Q0 Q ബാർ 1 എന്ന് പറയുന്നത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീവിയസ് ഔട്ട്പുട്ടായിരുന്നു 0യും 1. ആ സമയത്ത് നമ്മൾ ഇങ്ങനൊരു ഇൻപുട്ട് കണ്ടീഷൻ കൊടുക്കുന്നു, ക്ലോക്ക് 1 J1 K1. നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. J1 K1 ക്ലോക്ക് 1 ഇവിടെ. ഇനി ഔട്ട്പുട്ട് ക്യൂവും ക്യൂ ബാറിൻ്റെ വാല്യൂ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ താഴത്തെ നാൻഡ് ഗേറ്റിൽ 0 വരും, ഇവിടെ മുകളിലത്തെ നാൻഡ് ഗേറ്റിൽ 1 വരും. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 1 നാൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 0, ഇവിടെ 0 നാൻഡ് ഓപ്പറേഷൻ വരുമ്പോൾ 1 വരും. അപ്പോൾ ഇത് 01 SR നാൻഡ് ലാച്ചിൽ വന്നാൽ 01 SR നാൻഡ് ലാച്ചിൽ വന്നാൽ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത് അല്ലേ? 10 ആണ് കിട്ടുന്നത്. നോക്കിയപ്പം 01 ആയിരുന്നു പ്രീവിയസ്, 01 ആയിരുന്നു പ്രീവിയസ്. ജെയും കെയും കൊടുത്തപ്പം ജെയ്ക്കും കെയ്ക്കും 1 എന്ന് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 10. അതായത് ഇവിടെ 0 Q0 ആയിരുന്നു, ഇപ്പോഴത്തെ Q എന്ത് കിട്ടി? പ്രീവിയസ്ലി Q0 ആയിരുന്നു, ജെയ്ക്കും കെയ്ക്കും 1 കൊടുത്തപ്പം Q എന്തായി? 1 ആയി. ഇവിടെ വീണ്ടും അതുപോലെ Q ബാർ 1 ആയിരുന്നു, ഇവിടെ എന്തായി? Q ബാർ പ്രീവിയസ് സ്റ്റേറ്റിൽ 1 ആയിരുന്നു, ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ 0 ആയി. ഇനി നമുക്ക് അടുത്ത ഒരു കണ്ടീഷനും കൂടെ അസ്യൂം ചെയ്ത് നോക്കാം. അതായത് ക്ലോക്ക് 1 J1 K1 Q1ഉം Q ബാർ 0 ആയിരുന്നെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ നേരത്തെ 0യും 1ഉം ആയിരുന്നു, ഇപ്പം 1ഉം 0 ആയിരുന്നെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളെ നാൻഡ് ഗേറ്റ് ഒന്ന് നോക്കിയേ. J1 ക്ലോക്ക് 1 ഇവിടെ Q ഈ ഇൻപുട്ട് 0, അതായത് Q ബാർ ഇവിടെ വരും 0. അടുത്തത് J1 K1 Q ഇവിടെ വരും, Q1 ആയിരുന്നു, അതിവിടെ മൂന്നാമത്തെ ഇൻപുട്ടായിട്ട് വരുമ്പം 1 1 1. അപ്പോൾ ഈ SR ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താ വരുന്നതെന്ന് നോക്കിയേ. S സ്റ്റാറും R സ്റ്റാറും എന്ത് വരുന്നത് നോക്കിയേ. S സ്റ്റാർ എന്ന് പറയുന്നത് 1 വന്ന്, R സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് വരുമെന്ന് നോക്കിയേ? 0 വരും. R സ്റ്റാർ 0 വന്ന്. അതായത് S സ്റ്റാറും R സ്റ്റാറും എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് 3 ആൻഡിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ നാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 0 1 1 വരുമ്പോൾ ഇവിടുത്തെ ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് 0, അതിനെ നാൻഡ് ചെയ്യുമ്പോൾ 1 വരും. ഇവിടെ ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് 1, ഇവിടെ R സ്റ്റാർ ആകുമ്പോൾ അത് 0 ആവും. R സ്റ്റാർ 0 വന്ന്. അപ്പോൾ നോക്കിയേ, SR നാൻഡ് ലാച്ചിൽ 10 വന്ന ഔട്ട്പുട്ട് എന്ത് കിട്ടും? SR നാൻഡ് ലാച്ചിൽ 10 വന്ന ഔട്ട്പുട്ട് എന്ത് കിട്ടും? 01 കിട്ടും. അതായത് 01 മീൻസ് Q0 Q ബാർ 1 കിട്ടും. അതായത് പ്രീവിയസ് സ്റ്റേറ്റ് 10 ആയിരുന്നു, ജെയ്ക്കും കെയ്ക്കും ഇപ്പം നമ്മൾ 1 കൊടുത്താൽ ഔട്ട്പുട്ട് എന്തായി? ചേഞ്ച് ചെയ്ത് 01 ആയി. ക്ലിയർ ആയല്ലേ? ഇനി നമ്മൾ അപ്പം ഈ ക്യൂവും ക്യൂ ബാറിൻ്റെ സ്റ്റേറ്റുകളൊന്ന് നോക്കിയേ. ഇനി നമ്മൾ അടുത്ത ഈ 1ഉം 0 ആയിരുന്നല്ലോ. ഇപ്പം നേരത്തെ 0യും 1ഉം ആയിരുന്നു, ജെയ്ക്കും കെയ്ക്കും 1ഉം കൊടുത്തപ്പോൾ 10 ആയി. ശ്രദ്ധിക്കണം, ക്യൂ ബാർ 01 ആയിരുന്നു, ജെയ്ക്കും കെയ്ക്കും 1 കൊടുത്തപ്പോൾ അതെന്തായി? 10 ആയി. വീണ്ടും അതിപ്പോൾ ഔട്ട്പുട്ട് എന്തായിട്ടിരിക്കുക? 10 ആയിരിക്കുക. അപ്പോൾ വീണ്ടും ജെയ്ക്കും കെയ്ക്കും 1 കൊടുത്താൽ വീണ്ടും എന്താവും? 01 ആവും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ ഔട്ട്പുട്ട് ഇങ്ങനെ കണക്ട് ഇരിക്കുന്നത് കൊണ്ട് ഈ ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് പെട്ടെന്ന് തന്നെ 01 01, അതായത് Q എന്ന് പറയുന്നത് 01 01 എന്ന് പോവും, Q ബാർ 10 10 എന്ന് പറഞ്ഞു പോവും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതായത് ഈ ഔട്ട്പുട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ജെയുടെ വാല്യൂവും കെയുടെ വാല്യൂവും 1 ഇരിക്കുമ്പം പെട്ടെന്ന് തന്നെ ആ സ്റ്റേറ്റ് എന്താ? പ്രീവിയസ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ടോഗിൾ എന്ന് പറയും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതായത് 01 01 എന്ന് പോകുന്നതിന് ടോഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റേസ് അറൗണ്ട് കണ്ടീഷൻ വരച്ചിരിക്കുന്ന ഡയഗ്രാം വരച്ചിരിക്കുന്ന, അപ്പോൾ ഇത് ക്ലോക്ക് സിഗ്നൽ, ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 1. ഇതാണ് ഈ ഹൈ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ജെയുടെ വാല്യൂ 1, കെയുടെ വാല്യൂ 1. അപ്പോൾ നോക്കിയേ, JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ ക്ലോക്ക് സിഗ്നൽ നമ്മളിപ്പോൾ പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ദാ ജെയുടെ വാല്യൂവും കെയുടെ വാല്യൂവും 1 എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന പെട്ടെന്ന് തന്നെ 01 01 01 ഉണ്ടാവും. പിന്നെ ഈ ക്ലോക്ക് സിഗ്നൽ ഇവിടെ ലോ ആയി, അതായത്
പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ് സിഗ്നൽ വരുമ്പോൾ മാത്രമേ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റിന് ട്രാൻസിഷൻ സംഭവിക്കത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് വന്നാൽ ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റിനൊന്നും സംഭവിക്കത്തില്ല. അത് അതുപോലെ നിൽക്കും, റീറ്റെയിൻ ചെയ്യും. പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നോ അത് റീറ്റെയിൻ ചെയ്യും. വീണ്ടും ക്ലോക്ക് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഒരു സെഷൻ വന്നപ്പോൾ വീണ്ടും എന്തുണ്ടായി, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടായി. 01 അതായത് ഇത് കുറേ സമയം നിൽക്കത്തില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ 01 എന്ന് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ ഒരു കണ്ടീഷനെയാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. JK റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ കണ്ടീഷനാണ് എഴുതേണ്ടത്. ഇത് രണ്ടുമാണ് നിങ്ങൾ എഴുതേണ്ടുള്ളത്. ഏതൊക്കെ? JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 4ാമത്തെ കണ്ടീഷൻ കൊടുക്കുന്ന ഇതും 2 കണ്ടീഷൻ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ. അതാണ്ട് ഈ ഒരു കണ്ടീഷനാണ് കാണിച്ചിരിക്കുന്നത്. ക്യൂ ബാർ ക്യൂ ബാർ 01 ക്യൂ എന്ന് പറയുന്ന 01 എന്ന് കാണിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫിൽ ഈ കാണിച്ചിരിക്കുന്നത്. ഈ 01 ഇവിടെ വരും. ഇവിടെ അതുപോലെ തന്നെ പോസിറ്റീവ് സിഗ്നൽ വന്നപ്പോൾ 01 ഇവിടെയും പോസിറ്റീവ് സിഗ്നൽ വന്നപ്പോൾ 01 വീണ്ടും പോസിറ്റീവ് സിഗ്നൽ വന്നപ്പോൾ 01 ഇതിനെയാണ് നമ്മൾ റേസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡയഗ്രം ഒക്കെ നല്ല ലെവലിൽ വരയ്ക്കണം. ഇത് ക്ലോക്ക് സിഗ്നലൊക്കെ കറക്റ്റ്, അതായത് ഇതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത്തും ഇതെല്ലാം ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും. ഈ പോസിറ്റീവ് ലെങ്ത് എന്ത് തന്നെയാണോ അത് തന്നെ സെയിം ആയിരിക്കും നെഗറ്റീവ് ലെങ്ത്. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ആയതാ. അപ്പം മനസ്സിലായാലും ഇതാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയേ. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ മൊത്തത്തിൽ എഴുതിയിരിക്കുവാണ്. ക്ലോക്ക് 0 കൊടുത്ത് Jക്കും Kക്കും ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അപ്പം എന്താ, മെമ്മറി. ഇനി ഇവിടെ ഒരു കാര്യം നമ്മളിപ്പം ബാക്കി SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ക്യൂ ബാർ എന്നായിരുന്നു എഴുതിയിരുന്നത്. അതായത് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യൂ മാത്രം മതി. അപ്പം പിന്നെ ക്യൂ ബാർ എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്ത ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അങ്ങനെ ഒരു ഔട്ട്പുട്ട് സിഗ്നലും കൂടെ ഉണ്ട്, ഔട്ട്പുട്ട് ലൈനും കൂടെ ഉണ്ട്. അതിനകത്ത് നിന്ന് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. അത് നമുക്ക് ചില സർക്യൂട്ടിനൊക്കെ അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അതാണ് അങ്ങനെ അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുക. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ ക്ലോക്ക് 0, Jക്ക് എന്ത് തന്നെ ഇൻപുട്ട് കൊടുത്താലും 0 or 1 കൊടുത്താൽ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്രീവിയസ് സ്റ്റേറ്റ്, അതായത് QN+1 ആണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് എങ്കിൽ, പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരിക്കും? QN, അല്ലെങ്കിൽ അതിന് മെമ്മറി അത് കാണിച്ചിരിക്കുകയാണ് QN. അതുപോലെ ക്ലോക്ക് 1 കൊടുത്ത് Jക്ക് 0 Kക്ക് 0 മീൻസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 00 വരുമ്പോൾ എന്താണ്? മെമ്മറി, അതാണ് QN. ഇനി 01 മീൻസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 01, ഇവിടെ QN+1 മീൻസ് ഇവിടെ ക്യൂ ബാർ ഉണ്ട്. ക്യൂ ബാർ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 01 മീൻസ് എന്ത് തന്നെ ഇക്വലൻ്റ് ആണ്? ക്യൂ ബാർ. ഇവിടെ 1 എഴുതിയിട്ടില്ല, നെഗറ്റീവ്. ആ രണ്ടാമത്തെ ഔട്ട്പുട്ട് കാണിച്ചിട്ടില്ല. 01 അടുത്തത് ക്ലോക്ക് 1 Jക്ക് Kക്ക് 10 കൊടുത്താൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് 10 വരുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 10 അല്ലേ? 01 പിന്നെ അടുത്ത 11 വന്നപ്പോൾ ഉള്ള കണ്ടീഷൻ നമ്മൾ കണ്ടല്ലോ. എന്താണ്? QN ബാർ പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പ്രീവിയസ് സ്റ്റേറ്റ് എന്തായിരുന്നോ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ട 1 എന്ന് പറയുന്നത് എന്തായി? 0 ആയി. അടുത്തത് ഇവിടെ 0 എന്ന് പറയുന്നത് എന്തായി? 1 ആയി. 0 1 ആയി. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ടോഗ്ലിംഗ് എന്നും പറയും. ആ ഒരു കണ്ടീഷൻ, ആ ഗ്രാഫ് വരുന്നല്ലോ, ആ കണ്ടീഷനാണ് റേസിംഗ്. പെട്ടെന്ന് അങ്ങനെ ടോഗിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. QN ബാർ മനസ്സിലായില്ലേ? ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ട്രൂത്ത് ടേബിൾ എഴുതിയിരിക്കുന്നത്. QN+1 ഈ 2 കണ്ടീഷനിലും മെമ്മറി, 1 കണ്ടീഷൻ വരുമ്പോൾ QN ബാർ. അപ്പോൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് തന്നെ ബാക്കിയെല്ലാം സെയിമാണ്. നമ്മൾ ആദ്യം SR ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ച്, D ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചു, അടുത്ത JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, QN ബാർ. ക്ലിയർ ആയല്ലോ?